റിമാൻഡ് ചെയ്തു. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം തെറ്റാണ് എന്ന് ഹൈക്കോടതി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനമെന്ന് കോടതി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഈ ഉത്തരവ്. വൈസ് ചാൻസലർ നിയമനം സർക്കാർ പാനലിൽ നിന്ന് തന്നെ വേണമെന്ന് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ചോദ്യം ചെയ്താണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമന കാലാവധി നാളെ അവസാനിക്കുന്നതിനാൽ റദ്ദാക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. 2024 നവംബറിലാണ് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത്. സംസ്ഥാന സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു നിയമനം. ഗവർണറുടെ നിയമനം സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ് എന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. ഈ വാദം നമ്മളുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടെയിരുന്നെങ്കിലും കേൾക്കുന്നുണ്ടാവുമോ? അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയുണ്ടാവും? എത്ര നാളായി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ദേഷ്യത്തോടെ ചൂടുപിടിച്ച ആ മുഖം ഒന്ന് കണ്ടിട്ട് വല്ലാതെ മിസ്സാവുന്നു അദ്ദേഹത്തെ എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇന്ത്യയുടെ വ്യോമ